നമസ്കാരം. സെക്സ് ദിവ്യമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. ഇതിനാഗ്രഹം വന്ന ടീച്ചർ എന്നല്ല, കന്യാശ്രമെന്നില്ല, ആരായാലും കിടന്നു കൊടുത്തു പോകും. സെക്സ് മനുഷ്യനൊരനുഗ്രഹമാണ്, ആവശ്യമാണ്. ഇപ്പം ഇതെൻ്റെ ഒരു അനുഭവമാണ്. ഇതിൽ ബന്ധവും കുന്തവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നോക്കി ഇതിലങ്ങനെ എത്തിക്സ് ഒന്നുമില്ല. സമയവും സന്ദർഭവും ചിലപ്പോൾ എല്ലാം ഒത്തു വന്നാൽ ആര് തമ്മിലും സെക്സ് നടക്കും. എൻ്റെ അനുഭവം അതാ. കാരണം ഈ സെക്സിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, ഭർത്താവ് സ്വന്തം കാര്യം നോക്കി വേഗം കളിച്ചാണ്ട് പോവുകയല്ല, ഈ ഫോർ പ്ലേ ഒക്കെ ചെയ്ത് 1 മണിക്കൂർ എടുത്ത് ഒന്ന് കളിച്ച് നോക്കി, അന്നത്തെ ദിവസമെങ്കിലും ആ വീട്ടിൽ സന്തോഷം കളിയാടും. എന്തു പറഞ്ഞാലും ഭാര്യ കേൾക്കും, മക്കളെ നല്ലോണം ലാളിക്കും, അമ്മായിയമ്മനെ സ്നേഹിക്കും. ഒരൊറ്റ ദിവസത്തെ പെർഫോമൻസാണ് ഞാനീ പറഞ്ഞത്. എല്ലാ ദിവസവും കളിക്കണ്ട. ഭാര്യ ഭർത്താവാണെങ്കിൽ ഒരാഴ്ചയിൽ ഒന്ന് കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ മര്യാദ കൊടുക്കുക, 1 മണിക്കൂർ എടുത്ത് കളിക്കുക. അല്ലാണ്ട് ചെന്ന് തുണിയങ്ങാട് പൊക്കി നാട് കയറ്റി 4 അടി അടിച്ച് പോരലല്ല സെക്സ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ആന്ധ്രയിലുള്ള ഒരു ബസ് കണ്ടക്ടർ. അവൾ ഭയങ്കര ഇതായിട്ട് ജീവിച്ചിരുന്ന ആളാണ്. ലൈഫിലുണ്ടായ സംഭവങ്ങൾ ഞാൻ മര്യാദക്ക് 4 കളിയാണ്ട് കളിച്ചു കൊടുത്തപ്പോൾ ഉണ്ട് അവളുടെ വേഷവിധാനങ്ങൾ മാറി, അവളുടെ സ്വഭാവം തന്നെ മാറി. അങ്ങനെ ഒരുപാട് ദുഃഖപുത്രിമാരെ ഞാൻ സെറ്റിലാക്കിയിട്ടുണ്ട്, നല്ല നിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത്യാവശ്യമുള്ളൊരു സംഗതിയാണ്. വളരെ ദിവ്യമായിട്ടുള്ളൊരു, മനുഷ്യന് മാത്രം കിട്ടിയൊരു അനുഗ്രഹമാണ്. മറ്റുള്ള ജീവികളൊക്കെ പരിപാടി എടുക്കണത് പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ മനുഷ്യൻ കളിക്കണത് എൻജോയ്മെൻറ്റിനാണ്. ഞാൻ സംഭവത്തേക്ക് വരാം. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ബസ് യാത്ര എന്ന് പറഞ്ഞാൽ രാവിലെ വൈകിട്ടും ജാക്കി വെക്കണം എന്ന് പറയും. ബസ്സിൽ സൂചി കുത്താനിടയില്ലാത്ത തിരക്കായിക്കാം. ആണും പെണ്ണും മുട്ടി ഇങ്ങനെ നിൽക്കുക, പിടിക്കേണ്ടവർക്ക് പിടിക്കാം. പെണ്ണുങ്ങളൊക്കെ ബാക്കിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ പിടിച്ചോട്ടെ എന്നുള്ള ഇതിനാണ് ബാക്കിൽ ആണുങ്ങളുടെ അവിടേക്ക് വരിക. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. മുന്നിലേക്ക് വരുന്ന ആണുങ്ങൾ പിടിക്കാനാണ് വരണത്. അത്ര തിരക്കായിരിക്കും. ശരിക്കും അന്നും ഹാഫ് സ്കേർട്ടാണ് പെണ്ണുങ്ങൾ ഇടുക. ഹൈറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ സാധനം പുറത്തെടുത്തിട്ട് അവരുടെ പാവാട പൊന്തിച്ചിട്ട് ഇപ്പോൾ ഒരു 5-6-8 കിലോമീറ്റർ യാത്രയൊക്കെ ആണെങ്കിൽ അവരുടെ തുടകൾക്കിടയിൽ വെച്ച് സുഖമായിട്ട് ആ ചൂടൊക്കെ കൊണ്ട് ഇരിക്കുക. അവർ കാലടിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ചിലപ്പോൾ വരികയും ചെയ്യും. നമുക്ക് അത്ര തിരക്കാണ്. ഇത് ഞാൻ അതിശയോക്തി പറയണല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ബസ്സിൻ്റെ ബാക്കിലെ കോവണിമ്മൽ വരെ യാത്രക്കാർ തൂങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേപോലെ തിരക്കുള്ളൊരു ബസ്സിൽ ഞാൻ കയറിയപ്പോൾ ഒരു സ്ത്രീ എൻ്റെ മുന്നിലുണ്ട്. അവരുടെ ചന്തിമേലിൻ്റെ സാധനം ഇങ്ങനെ മുട്ടി വരുതൽ തുടങ്ങിയപ്പോൾ തന്നെ ഇതും വടി പോലെ ആകാൻ തുടങ്ങി. നല്ലോണം ഞാൻ അമർന്ന്. അപ്പം തിരക്ക് വരുമ്പോൾ നല്ലോണം അങ്ങോട്ട് അമരണ്ട, അങ്ങനെ പ്രസ്സായി വരുന്നുണ്ട്. അവസാനം എനിക്ക് തോന്നണ ആ സാരി കൊടുത്ത സ്ത്രീയുടെ അടിപ്പാവടയും ഷഡ്ഡിയും വരെ തുളച്ച് കയറുന്ന അത്ര ടെമ്പറായി എൻ്റെ സാധനം ടെമ്പറായി നിൽക്കണത്. അപ്പം ഉണ്ട് എനിക്കിതിനൊന്ന് തൊടണമെന്ന് തോന്നി. ഞാൻ മെല്ലെ കൈ കൊണ്ട് അവരുടെ തന്തിമേലൊക്കെ ഒന്ന് തലോടി മൃദുവായിട്ട്. അപ്പോൾ അവരുടെ പാൻറ്റി ലൈനൊക്കെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഞാൻ കൈ മോൾക്ക് കൊണ്ടുവന്ന് വയറുമ്മേലൊക്കെ തടവി. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ബസ്സിൽ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ടീച്ചറാണ്. ഞാൻ എപ്പോഴും പോണ വീട്. സത്യം പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന എല്ലാ സാരിയും എനിക്കറിയും. ഇത് പുതിയ സാരി കൊടുത്തുകൊണ്ട് പറ്റിയ ഫാൾട്ടാണ്. എനിക്ക് തെറ്റിപ്പോയി. ഇവരെന്നെ തിരക്ക് കഴിഞ്ഞപ്പോൾ ഇവർ തിരിഞ്ഞു നോക്കുകയും ചെയ്ത് എന്നെ കാണുകയും ചെയ്തു. അതിൽ ഞാനാകെ ഡള്ളായി. പിന്നെ വരണടുത്ത് വെച്ച് കാണാം. കാരണം അവരും ഞാനാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ, അവരും നിന്ന് തന്നിട്ടുണ്ട്. അന്തസ്സായിട്ട് തിരക്ക് ഇതാകുമ്പോൾ ബാക്കിക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് അവരും തന്നിട്ടുണ്ട്. ഞാനാണെന്ന് അറിഞ്ഞിട്ടല്ല, വേറെ ഏതോ ഒരു അപരിചിതനാണെന്ന് വിചാരിച്ചിട്ടാണ് അവരും കോപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ രണ്ടാളും ഡീസൻ്റല്ല. പിന്നെ ഞാൻ അവരുടെ വീട്ടിൽ 2 ദിവസം പോകാനൊരു മടിയുണ്ടായി. പിന്നെ ഞാൻ
ചെല്ലൽ തുടങ്ങി നല്ല ചുറ്റിപ്പറ്റിയൊക്കെ ചെല്ലുമ്പോൾ ഇവർ കയറി ഇരിക്കും. എന്നിട്ട് ലൈവ് ദോശയൊക്കെ ചുടും അടുക്കളയിൽ ഞങ്ങളിരുന്ന് തിന്നുമ്പോൾ എനിക്ക് ഒന്നും മതി ഇനി വേണ്ടാന്നൊക്കെ പറയാം. മര്യാദ അവിടെ ഇരിക്കണം, ചാട്ടവും കൊണ്ട് ഞാൻ അടിക്കും, ഒരെണ്ണം കൂടി തിന്നൊക്കെ പറയും. അപ്പം അവർക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇവരുടെ സ്വഭാവത്തിലൊരു വ്യത്യാസം കാണിക്കണില്ല. പിന്നെ എന്നാലും എന്നെ ഒരു കള്ള നോട്ടം നോക്കുന്നുണ്ട്. ഇനി അവരുടെ കുറച്ച് ഹിസ്റ്ററി പറഞ്ഞുതരാം. ഈ പണ്ടത്തെ ഒരു സ്ഥിതി അനുസരിച്ച് മാഷിനെ കെട്ടണത്, ടീച്ചറെ കെട്ടണത് എപ്പോഴും ഒരു മാഷായിരിക്കുമല്ലോ. അങ്ങനെ ഒരു മാഷും ടീച്ചറുമാണ്. ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് TTC ആണ് പഠിച്ചത്. അങ്ങനെ ഇവർക്ക് ഗവൺമെൻറ് സ്കൂളിൽ ജോലി കിട്ടി. ഇയാൾ വടക്കൻ ജില്ലയിൽ എവിടെയോ ചെറിയ പൈസ കൊടുത്ത് മാനേജ്മെൻറ്റ് സ്കൂളിലും കയറി. ഇയാൾക്ക് ഗവൺമെൻറ് ജോലി അങ്ങനെ ശരിയാവില്ല. അപ്പോൾ ഇവർ ലവ് മാരേജ് ആയതുകൊണ്ട് രണ്ടും ഹിന്ദു തന്നെ. പക്ഷെ അത് അതിൽ ഉയർന്നത് മുന്തിയത് അങ്ങനെ ചെറിയ എന്തൊരു പ്രശ്നമുണ്ട്. മാഷിൻ്റെ വീട് തൃശ്ശൂർ ഭാഗത്താണ്. തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ ആ ഭാഗമാണ്. അതായത് ഈ തൃപ്രയാർ ആ റൂട്ടാണ്. ഗുരുവായൂർ, അതായത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ആ പോണ റൂട്ടിലാണ് ഈ പറഞ്ഞ സ്ഥലം, തൃശ്ശൂർ ജില്ല. അയാളുടെ വീട്ടിൽ ടീച്ചറെ കയറ്റില്ല. വർഷങ്ങളായി. എനിക്ക് 2 മക്കളായി, വലിയ മക്കളൊക്കെ ഉണ്ട്. എൻ്റെ പ്രായമൊക്കെ ഉള്ള മക്കൾ ഒക്കെ ആയെങ്കിലും ആ വിവേചനം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ മാഷിൻ്റെ വീട്ടിൽ ഒരു കല്യാണമുണ്ട്. മാഷെ ക്ഷണിച്ചിട്ടുണ്ട്, മക്കളെ ക്ഷണിച്ചിട്ടുണ്ട്, ഇവരെ ക്ഷണിച്ചിട്ടില്ല. ഇവർ ക്ഷണിച്ചാലും പോകില്ല, കാരണം അവർ ഇച്ചിരി ഹൈ ലെവലാണ്. അപ്പോൾ ഇവർക്ക് അവഗണന അവിടെ കിട്ടുള്ളൂ. അപ്പോൾ പോകില്ല. അപ്പോൾ മാഷ് ജോലി സ്ഥലത്തുനിന്ന് കല്യാണ വീട്ടിലേക്ക് വരും, ഇവിടെ തൃശ്ശൂർ ഏങ്ങണ്ടിയൂർ. പിള്ളേർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. അന്നൊക്കെ ഈ ഏങ്ങണ്ടിയൂർ പോകണമെന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം അന്ന് വരാപ്പുഴ പാലമില്ല, അതേപോലെ ഈ മൂത്തതൊന്നും ആ പാലമൊന്നുമില്ല. ഇപ്പം ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പോകണമെങ്കിൽ ആദ്യം വരാപ്പുഴ എത്തണം. അതും ബോട്ടിൽ കയറി പോകണം, അല്ലെങ്കിൽ 2 പുഴ കടന്ന് പോകണം. ഇത് കഴിഞ്ഞ് വരാപ്പുഴ ചെന്നിട്ട് അവിടെ നിന്ന് പറവൂർ ബസ് കയറണം. പറവൂർ ബസ് കയറി പറവൂർ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് മൂത്തകുന്നത്തേക്ക് ബസ് കയറണം. മൂത്തകുന്നത്തു നിന്ന് പിന്നെ ഫെറി കിടക്കണം. ഫെറി കടന്നിട്ട് കൊടുങ്ങല്ലൂർ എത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് ബസ് കയറണം. അപ്പോൾ ടീച്ചർ നല്ല പോക്കറ്റ് മണിയൊക്കെ കൊടുത്ത് നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് പറഞ്ഞയച്ച്. കാരണം ഇവർ വളർത്തുന്ന കുട്ടികളൊക്കെ നല്ല ജെൻറ്റിൽമാൻമാരായിരിക്കണ്ടേ. പോക്കറ്റിൽ പൈസ ഒക്കെ നിറയെ കൊടുത്ത് ഇവർ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞേക്കണം, നീ ഇന്ന് ഇവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞേക്കാം, സെക്യൂരിറ്റി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ആ ബസ്സിലത്തെ സംഭവമൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഇവർ അത്ര ഉടഞ്ഞിട്ടൊന്നുമില്ല. ഈ മാഷ് എപ്പോഴെങ്കിലും വരുള്ളൂ. മാഷ് വന്നാലും വലിയ വിശേഷമില്ലെന്ന് എനിക്ക് തോന്നണം. കാരണം അയാൾ വലിയ ഒരു ചെറിയ കവിതകളൊക്കെ എഴുതും. ഇയാൾ ഒരു സ്വപ്നജീവിയാണ്. അത് മാത്രമല്ല, വലിയൊരു ആരോഗ്യവുമില്ല. പിന്നെ ഒരു മാഷാണ്, ശമ്പളം കിട്ടുന്ന ആളാണ്, അത്രേ ഉള്ളൂ. കുടുംബം 2 അറ്റവും കൂട്ടിമുട്ടിക്കാനൊരു മാഷ് ഒരു ടീച്ചർ കോമ്പിനേഷൻ നല്ലതാണ്. പണ്ടതേ നടക്കുള്ളൂ, ശമ്പളമൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ചെന്നു. ഒരു പ്രശ്നമല്ല, അത്ര ഫ്രീഡമുള്ള വീടാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു മകന് ഈ അപസ്മാരത്തിൻ്റെ ചെറിയൊരു, അതായത് തല കറങ്ങി വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ താക്കോലൊക്കെ കൊടുത്ത് ശരിയാക്കണ ഒരു സുഖമാണ്. ഇപ്പം അങ്ങനത്തെ അസുഖം ഞാൻ ആരിലും കാണില്ല. ഒരു മകന് ആ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് എപ്പോഴും അവൻ്റെ ഒപ്പം ഉണ്ടാവല്ലേ. അപ്പോൾ ആ ഒരു സ്നേഹം ഇവർക്ക് എന്നോടുണ്ട്. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ച് ഇവരെന്നോട് കുറച്ച് കാര്യങ്ങൾ, ടീച്ചറല്ലേ, ചെക്കന്മാരുടെ കുട്ടികളുടെയൊക്കെ സൈക്കോളജിയൊക്കെ അറിയാം. കുറച്ച് മെജോറിറ്റി കൂടുകയും ചെയ്യില്ല നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ. ഇവർ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ, നീ ബസ്സിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ചെയ്തില്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്ത്, നിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങളെ മുട്ടാൻ വരെ വരില്ല. പിന്നെ മുട്ടി കഴിഞ്ഞാൽ അത്ര നല്ല സുഖമൊക്കെ കിട്ടുമ്പോൾ എനിക്കങ്ങനെയൊക്കെ സംഭവിച്ച്, അത്ര മാർദ്ദമുള്ള സ്ഥലത്തൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു മനുഷ്യനല്ലേ ഞാൻ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിങ്ങളാണെന്ന് അറിഞ്ഞാൽ ഞാൻ തൊടൂലായിരുന്നു. അപ്പം ചോദിച്ചു, നീ വേറെ ആരെങ്കിലും ആണെങ്കിൽ അപ്പം തൊടൂലേ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മുന്നിൽ കയറണത് തന്നെ മുട്ടാനൊക്കെ വേണ്ടിയാണ്, എൻ്റെ പ്രായം അതല്ലേ.
അപ്പോൾ ഇവർ ചോദിച്ചു നിനക്ക് അത്ര കൊതിയാണ് ചോദിച്ചു. കൊതിയില്ലാണ്ട് നിൽക്കുക, ഒരു രക്ഷയില്ലാണ്ട് നടക്കുകയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സംഭവം എൻ്റെ കയ്യിലുള്ള ആയുധം എന്തോരം ഉണ്ടാവും എന്നൊക്കെ അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. കാരണം ബാക്കിൽ കുത്താ അമ്മാതിരി കുത്താം. അപ്പോൾ ഇവർക്ക് എന്നെ കൊണ്ട് എടുപ്പിക്കണം. എനിക്കത് മനസ്സിലായി. കാരണം ഇവരെ ഞാൻ ഫസ്റ്റൊന്നുമല്ല, വേറെ എൻ്റെ അതിലൊക്കെ നാട്ടിനൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ കാള പാല പൊക്കണ എന്തിനാന്ന്. ഞാൻ പറഞ്ഞ കൂട്ടുകാരൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളെ ഓർത്തൊക്കെ കുളിമുറിന്ന് വരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമുണ്ട്, പേടിച്ചിട്ടാണ്. പക്ഷെ ബസ്സിൽ നിന്ന് അറിയാണ്ടായാലും ഞാൻ നിങ്ങളെ തൊട്ടുപോയി. നിങ്ങൾക്ക് എന്നോട് വെറുപ്പൊന്നും തോന്നരുതെന്ന് പറയും. അപ്പോൾ പറഞ്ഞ് വെറുക്കൊന്നുമില്ല, ഇതൊക്കെ മനുഷ്യ സഹജമാണ്, നീ ആരോടും പറയില്ലെങ്കിൽ നീ ഇനിയും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാനൊന്നും പറയില്ല, എനിക്കും അത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം അതെനിക്ക് മനസ്സിലായി. സാധാരണ ഇതൊന്നും ഇഷ്ടമില്ലാത്തൊരു ബസ്സിൽ ബാക്കിലേക്ക് വരില്ല തിരക്കുള്ള സമയത്ത്. അതുമല്ല, ഞാനാണ് ബാക്കിൽ നിന്ന് അറിയില്ല, എന്നിട്ടും നിങ്ങൾ ബാക്കിക്കും കുറച്ചൊക്കെ അങ്ങോട്ട് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനന്ന് തന്നെ വീട്ടിൽ പോയിട്ട് കുളിമുറി കയറി ചെയ്യുകയും ചെയ്തു, അതൊക്കെ ആലോചിച്ചെന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഇവരെ അന്നത്തെ ദിവസം ഞാൻ ഒരു ഡ്രസ്സും ഇല്ലാണ്ട്, ആദ്യം ഷെഡി മാത്രമായിട്ട് എൻ്റെ ഒരു വീക്ക്നെസ്, അത് കഴിഞ്ഞ് ഞാൻ അവരെ കട്ടിലുമേ കൊണ്ടുപോയി കിടത്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടിപ്സ്, 1 മണിക്കൂറെങ്കിലും എടുത്തിട്ട് വേണം ഫസ്റ്റ് കളി ഏത് പെണ്ണിനെയും കളിക്കാൻ. ഫസ്റ്റല്ല, എപ്പോഴും അങ്ങനെ ചെയ്താൽ ഏറ്റവും ബെറ്റർ. ഇവരെ ഞാനുണ്ടല്ലോ, ഈ ആൻറ്റി എന്നെ കൊണ്ട് ചെയ്യിച്ച് എനിക്ക് നല്ല പ്രാക്ടീസാണല്ലോ, പെണ്ണിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് അവരാണ് എന്നെ പഠിപ്പിച്ചത്. ഇവരാണെങ്കിൽ നല്ല വൃത്തിയും വെടിപ്പുള്ള 2 നേരം കുളിച്ച് നല്ല സുന്ദരിയായിട്ട് നടക്കുന്ന ടീച്ചറും. ഞാൻ നാവും കൊണ്ടൊക്കെ അവരെ ഭ്രാന്താക്കി. കാട്ടിലുമേ കിടന്ന് അവർ വെട്ടി വിറക്കാൻ. കാരണം ആ രാത്രി ആ വീട്ടിലേക്ക് ആരും വരില്ല. കാരണം ഇപ്പന്മാർ തൃശ്ശൂർ അങ്ങണ്ടിയൂർ എത്തണമെങ്കിൽ തന്നെ ഒരു സമയമാവും. 2 തോണി, ഒരു സംഘാടം, 2-3 ബസ്സൊക്കെ മാറി കയറി പോയേക്കാണല്ലോ. ഇവിടെ സമാധാനത്തിലാണ് പണി. ടീച്ചർ കയ്യിലേറെ, കാരണം ഒരിക്കലും മാഷ് കണ്ട് വരില്ല. ഇനി വന്നാൽ തന്നെ ഒരു വീടിൻ്റെ ഉള്ളിലല്ലേ, ഞാൻ പെട്ടെന്ന് വേറെ മുറിക്ക് ഷിഫ്റ്റാവും. ഇവർ കുളിക്കായിരുന്നെന്ന് അല്ലെങ്കിൽ ഉറക്കച്ചടവിൽ ഒരു നൈറ്റൊക്കെ എടുത്തിട്ട് അടിച്ചെന്നാലും മതി, പെട്ടെന്ന് ഓടിപ്പോയി വാതിലാരും തുറക്കില്ലല്ലോ. എസ്കേപ്പാകാനൊക്കെ ഇഷ്ടംപോലെ സമയം ചാൻസും ഉണ്ട്. അതായത് കളി മനസ്സമാധാനത്തിലായിരുന്നു. വണ്ടിച്ച് പൊളിച്ചു കൊടുത്ത് നേരം വെളുക്കോളം. അതിന് ശേഷം കേൾക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കുറച്ചും കൂടി ചുറുചുറുക്ക് കൂടി എന്നുള്ളതാണ്. പിന്നെ ഞാനും ഇവന്മാരും പഠിക്കണ ഒരു സ്കൂളിലല്ല, ഇവന്മാരെ കുറച്ച് മുന്തിയ സ്കൂളിലാണ് ആക്കിയത്. ഞങ്ങളുടെ സ്കൂള് ചിലപ്പോഴൊക്കെ ഞാൻ മുങ്ങും. ഇവർ പറയും ചില ദിവസം, ഇവർക്ക് ചില ദിവസം എന്തെങ്കിലും പേര് പറഞ്ഞാൽ ഇവർ ലീവ് എടുക്കും. അത്ര മുട്ടിയാൽ അന്ന് ഞാൻ ക്ലാസ്സിൽ നിന്ന് മുങ്ങും, പകൽ വന്നിട്ട് കൊടുക്കും. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്ന് ഈ പിള്ളേർ അച്ഛൻ്റെ അവിടേക്ക് പോയാൽ അന്ന് ചവിട്ടും. എത്ര കാലം കളിച്ച് ആ രഹസ്യമൊന്നും ഇതുവരെ ഫ്ലാഷ് ആയിട്ടില്ല. അതിപ്പോൾ ടീച്ചറല്ല, ഏത് പ്രൊഫഷനായിക്കോട്ടെ, മൂത്ത കേൾക്കണം, കളിക്ക് തന്നെ വേണ്ടി വരും, അല്ലെങ്കിൽ അവർ സ്വയംഭോഗം ചെയ്യേണ്ടി വരും. ഇത് മനുഷ്യ സഹജമാണ്. ഇത് വലിയൊരു തെറ്റാണെന്ന് പഠിപ്പിച്ചത് ആരാണെന്നാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഈ സെക്സിനെ പ്രോത്സാഹിപ്പിക്കണം എന്തിനാണെന്നറിയാം. സെക്സ് സമാധാനമാണ്. 2 വ്യക്തികൾ തമ്മിൽ ചെയ്യണ ഏറ്റവും സമാധാനപരമായിട്ടുള്ളൊരു സംഭവമാണത്. നിങ്ങളൊന്ന് കല്യാണം കഴിച്ച കപ്പിൾസ് ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ഒരു ദിവസം 1 മണിക്കൂർ ടൈം എടുത്ത് സ്വന്തം ഭാര്യനൊന്ന് കളിച്ചു കൊടുത്തു നോക്കിയാൽ സ്വന്തം സുഖം അങ്ങോട്ട് വീട്. അവളുടെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിപ്പിച്ച് വികാരം കൊള്ളിച്ച് അവൾക്ക് പൊട്ടി ഒലിച്ചെന്നാകുമ്പോൾ കയറി അസലായിട്ട് കളിച്ചു കൊടുക്കുക. അന്നത്തെ ഒരു ദിവസം ആ ഭാര്യൻ്റെ പെർഫോമൻസ് നോക്ക്. അവൾ നമ്മുടെ അടിമയായിരിക്കും.
അതാണ് ഞാൻ ഈ കളിച്ചു കൊടുത്ത ഒരൊറ്റ പെണ്ണുങ്ങൾ എന്നെ വേറിട്ട് പോകാത്തത്. വിഷാദം തളം കെട്ടി നിൽക്കണ ജീവിതം നയിച്ച എത്രയോ പെണ്ണുങ്ങളെ കളിച്ച് കൊടുത്ത് ഞാൻ ചുറുചുറുക്കുള്ള പെൺകുട്ടികളാക്കി മാറ്റിയിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങൾ. സെക്സിന് അങ്ങനെ ഒരു മാന്ത്രിക ശക്തിയും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.